ദുബായിലെ പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഒരൊറ്റ നിമിഷം കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അപ്രതീക്ഷിതമായാൽ എങ്ങനെയുണ്ടാകും? യുഎഇയിലെ പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ദുബായ് പോലീസിന്റെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നിങ്ങളുടെ ലൈഫ് സെറ്റിൽമെന്റ് പ്ലാനുകൾ വരെ തകിടം മറിഞ്ഞേക്കാം. സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും നമ്മൾ സ്ഥിരമായി കാണുന്ന ചില ഓഫറുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് വലിയൊരു ചതിക്കുഴിയാണ്. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ചോർത്തുന്ന ആ അദൃശ്യ ശത്രുക്കൾ ആരാണ്? നിങ്ങളുടെ കയ്യിലെ പണമെല്ലാം നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പ്രവാസികൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ആ നിർണായക വിവരങ്ങൾ പറയാം. ദുബായിൽ താമസിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇപ്പോൾ ദുബായ് പോലീസിന്റെ അതീവ ജാഗ്രതാ നിർദ്ദേശം വന്നിരിക്കുന്നത്. സംശയാസ്പദമായ വെബ്സൈറ്റുകളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയോ പ്രചരിപ്പിക്കുന്ന ക്രെഡിറ്റ് കാർഡുകൾ വാങ്ങിക്കുകയോ അതുവഴി ഷോപ്പിംഗ് നടത്തുകയോ ചെയ്യുന്നതിനെതിരെയാണ് കർശന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അധികൃതർ. വിദേശത്തിരുന്ന് പ്രവർത്തിക്കുന്ന വലിയ ക്രിമിനൽ സംഘങ്ങളാണ് ഇത്തരം വ്യാജ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് പിന്നിലെന്നാണ് ദുബായ് പോലീസിന്റെ കണ്ടെത്തൽ. നിയമപരമായ കമ്പനിയാണെന്ന് തോന്നിക്കുന്ന വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുകയും ഇതുവഴി കാർഡ് വിവരങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ മെസ്സേജുകളായി വരുന്ന തട്ടിപ്പ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ അറിയാതെ ബാങ്കിംഗ് വിവരങ്ങൾ ഹാക്കർമാർക്ക് ലഭിക്കുകയും ഇതുവഴി തട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മോഷ്ടിക്കപ്പെടുന്ന കാർഡ് ദിവസങ്ങളോ ആഴ്ചകളോ കഴിഞ്ഞിട്ടാണ് തട്ടിപ്പുകാർ ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ എവിടെ വെച്ചാണ് കാർഡ് വിവരങ്ങൾ ചോർന്നതെന്ന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നുണ്ട്. ചില വ്യക്തികൾ ഇത്തരം സൈറ്റുകളിൽ നിന്നും മനഃപൂർവ്വം മോഷ്ടിച്ച കാർഡുകൾ വാങ്ങി ഓൺലൈൻ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കുന്നുണ്ടെന്നും പോലീസ് പറയുകയാണ്. നിലവിൽ ഇത്തരം കാര്യങ്ങൾ വലിയ കുറ്റകൃത്യമായിട്ടാണ് കാണുന്നത്. യുഎഇയിലെ സൈബർ കുറ്റകൃത്യ നിയമം അനുസരിച്ച് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് കനത്ത ജയിൽ ശിക്ഷയും 2 മില്യൺ ദിർഹം വരെ തുകപ്പിഴയും ലഭിക്കും. അതിനാൽ എല്ലാവരും ഇത്തരം തട്ടിപ്പുകൾ ശ്രദ്ധിക്കണമെന്നും അനാവശ്യമായി എവിടെയും കാർഡ് വിവരങ്ങൾ നൽകരുതെന്നും അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട്. നിലവിൽ യുഎഇയിൽ ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതിനാൽ സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. കൂടാതെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നോ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നോ അറിയാതെ ഏതെങ്കിലും തരത്തിൽ പണം കുറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും താമസിക്കാതെ തന്നെ അധികൃതരെ വിവരം അറിയിക്കണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് അറിയിക്കുമോ അത്രയും വേഗത്തിൽ നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കാൻ സാധിക്കും. അതിനാൽ ഓൺലൈൻ സുരക്ഷയിൽ പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അതീവ ജാഗ്രത പുലർത്തണം. സംശയാസ്പദമായ ഒരു ലിങ്കിലും ബാങ്ക് വിവരങ്ങൾ നൽകരുത്. ഇത്തരം തട്ടിപ്പുകാരെ കണ്ടെത്താൻ ശക്തമായ പരിശോധനകൾ ഉൾപ്പെടെ നടപ്പിലാക്കാനാണ് നിലവിലെ തീരുമാനം. പ്രവാസികളുടെ പണം തട്ടിപ്പുകാരുടെ മുന്നിൽ എത്താതിരിക്കാൻ എപ്പോഴും ജാഗരൂകരായിരിക്കണം. ഒരു ബാങ്കും നിങ്ങളുടെ രഹസ്യ വിവരങ്ങളോ കാർഡ് നമ്പറോ ലിങ്കുകൾ വഴി ചോദിക്കില്ലെന്ന പ്രാഥമിക വിവേകം നിങ്ങൾ കാണിക്കണം. അനാവശ്യമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാനും ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ മാത്രം ഷോപ്പിംഗിനായി ഉപയോഗിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദുബായ് പോലീസ് നൽകിയ ഈ അതീവ ജാഗ്രതാ നിർദ്ദേശം നിസ്സാരമായി കാണരുത്. ഈ സുപ്രധാന വിവരം യുഎഇയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രവാസി ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾക്കറിയാലോ, ടെക്നോളജി ഓരോ നിമിഷവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് കൂടിയുണ്ട്. ആ നെഗറ്റീവ് സൈഡാണ് ഈ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമുക്ക് പുതിയ പുതിയ ടെക്നോളജിയെ കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അപ്ഡേറ്റുകളെ കുറിച്ചോ ഒന്നും വലിയ അറിവോ ധാരണയോ ഉണ്ടാകാറില്ല. ഇത്തരം അറിവില്ലായ്മയാണ് പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത്. നമ്മുടെ നാട്ടിലും തട്ടിപ്പിന് കുറവൊന്നുമില്ല. എല്ലാ ദിവസവും നമ്മൾ എത്ര സൈബർ തട്ടിപ്പുകളാണ് കാണുന്നത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പണം നഷ്ടമാകുന്നതും OTP ചോദിച്ച് അത് നൽകി പണം നഷ്ടമാകുന്നതും അങ്ങനെ എത്ര തട്ടിപ്പുകളാണ് നമ്മുടെ മുന്നിലൂടെ പോകുന്നത്. നല്ല വിവേകവും അറിവും ഉള്ളവർ പോലും ഇതിന് ഇരയാകുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്രമാത്രം തട്ടിപ്പുകാർ നമുക്ക് ചുറ്റുമുണ്ട്. തട്ടിപ്പുകാർക്ക് മലയാളിയെന്നോ മറുനാടൻ മലയാളിയെന്നോ ഒന്നുമില്ല. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രമാണ്, അത് നിങ്ങളുടെ കയ്യിലെ പണമാണ്. നിങ്ങൾ ഒരുപക്ഷെ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ രാജ്യം വിട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്തരം അനാവശ്യ തട്ടിപ്പുകളിൽ പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക. പലപ്പോഴും നിരവധി ഓഫറുകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണാറുണ്ട്. പരസ്യങ്ങളായി എത്രയോ എണ്ണം നമ്മുടെ കയ്യിൽ എത്തുന്നുണ്ട്. എല്ലാം തട്ടിപ്പാണെന്നല്ല പറയുന്നത്. ഇത്തരം ആകർഷകമായ ഓഫറുകളുടെ പിന്നിൽ തട്ടിപ്പുകളും ഉണ്ട്. അപ്പൊ അതിന് പോയി തല വെച്ച് കൊടുത്ത് നിങ്ങളുടെ കയ്യിലുള്ള പണം നഷ്ടമാകാതിരിക്കുക. അധികൃതർ നൽകുന്ന വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരോടുകൂടി അത് പങ്കുവെക്കുക.